നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 മുതലുകളുണ്ട്, 2 കുരിപ്പുകൾ വരുന്നുണ്ട് അതിനകത്ത്. അവരുടെ എൻട്രി കഴിഞ്ഞ പടം വേറെ ലെവലായിട്ട് വരുന്നുണ്ട്. പിന്നെ മണിയുടെ രാജരി പുള്ളിയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരിക്കും ആഫ്റ്റർ കമ്മിറ്റി പാർട്ട് എന്നിട്ട് വന്നു. കൊള്ളാം. നല്ല സിനിമ, നല്ല പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വലി ഒക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഹാപ്പിയാണ്. അതെ. കുഴപ്പമില്ല, നല്ല പടമാണ്. നല്ല സൗണ്ടാണ്, നല്ല എഡിറ്റിംഗാണ്, അടിപൊളിയാണ്. മുഴുവൻ സമയം നമ്മളെ നല്ല ആകാംക്ഷയോടെ പിടിച്ചു നിർത്തുന്ന ഒരു ചിത്രം തന്നെയാണ്. കുഴപ്പമില്ല. നല്ല പടം, സൂപ്പർ. പകുതി കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആകുന്നത്. നല്ല പടം, നല്ല പടം. അടിപൊളി പടം കൊള്ളായിരുന്നു. നിങ്ങൾ പോയിട്ട് കാണണം, പറയണം. അതെ. നിങ്ങൾ ഈ മൂവിൽ പോയിട്ട് കാണാം, എല്ലാ ഓഡിയൻസ് പോയിട്ട് കാണാം, കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. നിങ്ങൾ ഒരു സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളൊക്കെ കണ്ടോ? എങ്ങനെ തോന്നി? താങ്ക് യു. ശരി. നല്ല മൂവിയാണ്. ഗംഭീരം. അടിപ്പടം എന്നൊരൊറ്റ ജോണറിൽ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗംഭീര പടമാണ്. ഉല്ലാസിൻ്റെ പടമാണ്. നല്ല പടമാണ്, ഗംഭീരമായിട്ടുണ്ട്. ഉല്ലാസിൻ്റെ തുടക്കം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. മെക്സിക്കൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി, കുറച്ച് പടങ്ങൾ ചെയ്തു. ഇത് രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി പടമാണ്, സൂപ്പർ പടം. അടിപൊളി. നല്ല ഞാൻ പ്രൊഡ്യൂസറാണ്. വൺ ഓഫ് ദി ഞാനല്ല അഭിപ്രായം പറയുന്നത്. നല്ല സിനിമ. അടിപൊളി, സൂപ്പറാണ്. അടിപൊളി സിനിമ. നല്ല പടങ്ങളാണ് ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മലയാള പടങ്ങളും ഗംഭീര വിഷയത്തിലേക്ക് എത്തട്ടെ. എല്ലാ പടങ്ങൾക്കും 100 കോടി കളക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരോട്. ഇപ്പോൾ എന്തായാലും സമ്മർ വെക്കേഷനൊക്കെ ആകാൻ പോവാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് പടം കാണട്ടെ. എല്ലാ പടങ്ങളും വിജയിപ്പിക്കട്ടെ. തിയേറ്റർ വാച്ചാണ്, ബിക്കോസ് അതിൻ്റെ ഫൈറ്റ് സീനൊക്കെ ഗംഭീര കൊറിയോഗ്രാഫിയാണ്. അപ്പം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അങ്ങനെയല്ല, അത് മാത്രമല്ല, അത് കൂടാണ്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് സ്പോയിലർ ആകുമെന്നുള്ള പേടികൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അപ്പം നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണും. പെർഫോമൻസ് ഗംഭീര പെർഫോമൻസാണ്. നമുക്ക് വേർത്തിയാണ് പെർഫോമൻസ് കണ്ടിരിക്കാം. പെർഫോമൻസ് ഉണ്ട്, അതാണ് ഏറ്റവും രസം. അപ്പം കണ്ടിരിക്കുക മാത്രമല്ല, എൻജോയ് ചെയ്യുക. അപ്പോൾ വരും, നമ്മൾ നല്ലൊരു പെർഫോമൻസ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ തന്നെ തീർച്ചയായിട്ടും കാണേണ്ട പടമാണ്. ഭയങ്കര ഞാനതാ പറഞ്ഞത്, തിയേറ്ററിൽ ഈ പടം മസ്റ്റായിട്ട് കാണാം. ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും, ഇതിനകത്ത് 2 ഗില്ലാപ്പികൾ എന്ന് പറഞ്ഞ 2 ക്യാരക്ടറുണ്ട്. അതൊക്കെ വേറെ ലെവല്. നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കണ്ടു, ഞാൻ ഒന്നും പറയുന്നില്ല. അതിനകത്ത് അടിപ്പടം മാത്രമല്ല, അതിനകത്തൊരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട്. അടിപൊളിയാണ്. അടിപൊളി പടം പോയി കാണണേ.
അല്ല പയ്യൻ അവിടെ കൊണ്ടല്ലോ അടിപൊളി പടം കിടിലം പടം പോയി കാണാൻ അച്ഛാ എടാ നല്ല ഇടം ഒരുപാട് രസമായി അയ്യോ ഇനി നിങ്ങളൊക്കെ പറ ഞാൻ പറഞ്ഞു അങ്ങനെ മുങ്ങി അടിപൊളിയാണ് ഞാൻ സത്യത്തിൽ ഞാനല്ലത് പറയുന്നത് പരിപാടി നല്ല രസമുണ്ട് ഇനി ബാക്കിയുള്ളവർ പറയട്ടെ എനിക്കറിയില്ല ഭാഗമാവാൻ ഭയങ്കര ഭാഗ്യല്ലേ ഒരു ആക്ടറെ സംബന്ധിച്ച് ഇത്ര ഡിഫറെൻറ്റ് മൂവി ഡിഫറെൻറ്റ് ജോണർ പരിപാടി ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വരിക സിനിമ കാണുക നിങ്ങൾ എന്തായാലും ഈ 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ട് അങ്ങനെ വേറെ ലെവലിൽ നിന്നും പറയാറായിട്ടില്ല ഇന്ന് റിലീസായിട്ടുള്ളൂ എല്ലാവരും കാണട്ടെ എല്ലാവരും വന്ന് സിനിമ കണ്ട് സന്തോഷം താങ്ക് യു അത് നിങ്ങൾക്ക് എന്തായാലും സിനിമ കാണുമ്പോൾ അത് ഉറപ്പില്ല ആസ് എ പ്രേക്ഷകൻ ഞാൻ കാണുമ്പോൾ തന്നെ ഒരു പുതിയ ഡയറക്ടർ എന്ന് നമുക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ക്രാഫ്റ്റ് കാണാൻ പറ്റും സിനിമയിൽ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു അടിപ്പടമുണ്ട് എല്ലാണ്ട് തിയേറ്ററിൽ വാ ഡയലോഗ് ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ ആദ്യം അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയില്ല പ്രശ്നം നടന്നില്ല, കുറച്ച് എളുപ്പമായിരുന്നു തോന്നേ ഉള്ളൂ. പക്ഷേ ഈ പെർഫോമൻസ് അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വന്നോ ഡയലോഗ് അതും പെർഫോമൻസ് അത്രയും ചെയ്യേണ്ട വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടഫായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ചേട്ടനായിരുന്നെങ്കിൽ അതിൻ്റെത് ആൾക്ക് മോഡുലേഷൻ പിടിക്കണം പരിപാടി ഉണ്ട്, അതിൻ്റെ ഇടയിൽ മറ്റേതൊക്കെ പിടിക്കാൻ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതിയില്ലായിരുന്നു, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് അതേപോലെ ഇപ്പോൾ ഡയലോഗ് ഡെലിവറി നോർമലി ഉള്ള സാധാ ആളുകൾ പറയുന്ന പോലെ അതൊരു റൈറ്റ് രീതിയിലാണ്. അതപ്പോൾ എത്രത്തോളം ടഫായിരുന്നു ആള് പറഞ്ഞ പോലെ ചെയ്യാത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക? തിയേറ്ററിൽ സിനിമ ഇപ്പോൾ എന്തൊരു സിനിമ കാണണമെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഞാൻ സിനിമ കാണാൻ വന്ന തിയേറ്റർ സിനിമയിൽ തകർത്താടിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇതില്ലാണ്ട് ചൂടായിട്ടാണ് അതാണ് ഇത്. അത് ക്യാരക്ടർ, ഇത് നമ്മുടെ ലൈവ്, അതാണ് അതിൻ്റെ വ്യത്യാസം. അവിടെയാണല്ലോ ഒരു നടനെ കാണുന്നത്. അല്ല, അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല. നമ്മളങ്ങനെ കുറച്ച് ആലോചിച്ച് എഴുതി എന്തോ ഷൂട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? എല്ലാവരും കണ്ടാ? അത് നമ്മുടെ ANHS പ്രൊഡക്ഷൻ കമ്പനിയുടെ മെയിൻ ആളാണ് സച്ചിൻ. ഞാനെന്നാണ് പറയുന്നത്. ഹാപ്പിയാണ്. അല്ല, പുള്ളി ഇങ്ങനെ ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് ചെമ്പൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ നിന്നൊരു വ്യത്യാസമുള്ള ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു കളർ ടോണും അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക, ആളുകൾ വന്ന് കാണട്ടെ, കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം അല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പടം മാർക്കായില്ലേ? ആക്സെപ്റ്റ് ചെയ്യുന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു പഴയ ഈ പരിപാടിയിൽ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാവുന്ന പണി ചെയ്യുക, ബാക്കി അത് ചെയ്ത് അങ്ങോട്ട് വിടുക, ആൾക്കാർ കാണട്ടെ. ഇഷ്ടമായ വർക്കാവും, ഇഷ്ടമായിട്ടില്ലെങ്കിൽ വർക്കാവില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിപാടി അറിയാമല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല പറയാം. കറക്റ്റ് ആള് പറയണോ? മൂവിട്ടാ ഒരു ലിജോ ഫെലിക്സിൽ പടം ഒരു പടമാണ്. എനിക്ക് പടം കണ്ടപ്പോൾ ഒരു ലിജോ ഫെലിക്സിൽ പടം പോലെ തോന്നിയത്. ഒരു സർപ്രൈസ് ഹിറ്റായിരിക്കും, രോമാഞ്ചം പോലെ സർപ്രൈസ് ഹിറ്റായിരിക്കും. ആക്ഷൻ സീക്വൻസുകൾ കണ്ട തല്ലിമല പോലെ പ്രത്യേക ആക്ഷൻ സീക്വൻസാണ്. പിന്നെ ചെമ്പമിന്നോൻ്റെ അഭിനയം ഉഗ്രനാണ്, ലുക്മാൻ്റെ അഭിനയം ഉഗ്രനാണ്, ഉഗ്രം BGM ആണ്, ഉഗ്രം സിനിമാറ്റോഗ്രാഫിയാണ്. എല്ലാം കൊണ്ടും ഒരു വലിയ ഹിറ്റായി. കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ മണിമേൽ ബോയ്സ് 6 ഇതിലേക്ക് പോകാൻ സാധ്യതയാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.